ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഞങ്ങളുടെ വീടിനകത്ത് തന്നെ നമ്മളൊരു ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ ഗാർഡന് അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് വീട്ടിൽ തന്നെ അകത്ത് വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സുകളുണ്ടല്ലോ. അത് നമുക്ക് സമയമില്ലെങ്കിൽ ഓഫീസിലൊക്കെ പോയതിന് ശേഷം വന്നിട്ട് നമുക്ക് ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡോർ പ്ലാന്റ് സ്റ്റാൻഡ്സ് ഒക്കെ ഉണ്ട്. പ്ലാന്റ് സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യുക. എനിക്ക് പക്ഷേ പ്ലാന്റ്സ് കുറവാണ്, ഉണ്ടായിരുന്ന പ്ലാന്റ്സ് എല്ലാം പോയി. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പ്ലാന്റ്സ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്കിഷ്ടമാണ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പ്ലാന്റ്സ് എല്ലാം നശിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഇൻഡോർ ഗാർഡൻ കാണിക്കാം. ഒരു കോർട്ട്യാർഡാണ് ഇവിടെ. ഈ കോർട്ട്യാർഡിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിനോട് അറ്റാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരിതാണ്. പിന്നെ വീടിൻ്റെ ഔട്ട് വ്യൂ ആണ് ഇത്. നമ്മളെപ്പോഴും കാണുന്ന വീടിൻ്റെ ഔട്ട് വ്യൂ ആണ്. താഴത്തെ ഗാർഡനാണ്. ഇതാണ് സിറ്റ് ഔട്ടിനോട് ചേർന്നുള്ള നമ്മുടെ കോർട്ട്യാർഡ്. നോക്കാൻ മതി. ഇത് സ്റ്റോൺ ഇട്ടിട്ട് പെബിൾസ് ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ വലിയൊരു പന ഉണ്ടായിരുന്നു. പന പോയി, ഉണങ്ങിപ്പോയി. ചെടി പോട്ട് മാത്രമായി. ഇപ്പോൾ ആകെ ഉള്ളതിപ്പോൾ ഈ സ്റ്റാൻഡിലുള്ള 3 ചെടിയാണ്. ആകെ 3 ഉള്ളതുകൊണ്ട് ഇപ്പോൾ സമയമുണ്ട്, അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം അതുപോലെ ഉണ്ട്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് ഇൻഡോറും ഔട്ട്ഡോറും ചെയ്യുന്ന ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മുടെ മണി പ്ലാന്റ്സിൻ്റെ പോത്തസ് ഒക്കെ അല്ലേ, അതൊക്കെയാണ് മണി പ്ലാന്റ്സ്. മണി പ്ലാന്റ് ആണ് ഏറ്റവും നല്ലത്. കാര്യം നമുക്ക് കുറച്ച് മെയിൻ്റനൻസേ ഉള്ളൂ. ഇച്ചിരി വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി. വലിയ കാട് കയറി പിടിക്കത്തൊന്നുമില്ല, അങ്ങ് വളർന്നോളും. ഇത് ഒരു സൈസ് മണി പ്ലാന്റിൻ്റെ വെറൈറ്റി സംഭവമാണ്. ഇതാണ് നമ്മുടെ ഇൻഡോർ ഗാർഡൻ. ഇൻഡോർ ഗാർഡൻ വേണ്ടവർക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇത് സിറ്റ് ഔട്ട്. ഇത് ഓൾറെഡി റെഡിമെയ്ഡ് ക്രിസ്മസ്. എപ്പോഴും ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിരിക്കും. എല്ലാ ക്രിസ്മസ് ആവുന്ന സമയത്ത് അതിനകത്ത് അലങ്കാരം മാത്രം ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും. ഇപ്പം വീടൊക്കെ പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഓൾറെഡി ഐഡിയാസൊക്കെ ഇങ്ങനെ കാണും. ചെയ്യുന്ന പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പല വീഡിയോകളുടെ ഇൻറ്റീരിയേഴ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു നമുക്ക് വന്നിരിക്കാം. അങ്ങനെ ഞങ്ങളുടെ പിന്നെ വീട് ഇച്ചിരി ഉയരത്തിലായതുകൊണ്ട് എന്താ മഴ ഇപ്പോൾ പെയ്യുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ ഇവിടെ പള്ളിപ്പെരുന്നാളാണ്. അതായത് പള്ളിയുടെ പാട്ട് നമുക്ക് കേൾക്കാം. ഇങ്ങനെ ഇച്ചിരി ഹൈറ്റിലായതുകൊണ്ട്